ഹലോ ഗൈസ്, സത്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് അടിപൊളി മൂവി റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കൽക്കി. ഓക്കെ, നമുക്കറിയാം കൽക്കി ഇടയ്ക്ക് മൂവി റിലീസായ ഫിലിമാണ്. അടിപൊളി ഫിലിമാണ്. ഒരു പണ്ടത്തെ ഇതിഹാസ സംഭവങ്ങളെക്കുറിച്ച്, മഹാഭാരതത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചാണ് ഈ ഫിലിമിൽ ഉണ്ടാകുന്ന ശാപത്തിനെയൊക്കെ കുറിച്ചാണ് ഈ ഫിലിമിൽ പറയുന്നത്. ഇത് അടിപൊളി, ഒരുപാട് ക്യാരക്ടേഴ്സ്, ഒരുപാട് ആക്ടേഴ്സാണ് ഈ ഫിലിമിൽ അഭിനയിച്ചിരിക്കുന്നത്. ബോളിവുഡിൽ നിന്നും മലയാളത്തിൽ നിന്ന് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അത് അവർ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അവരിൽ തന്നെ ഓരോ അവതാരങ്ങളും നമുക്ക് കാണാൻ കഴിയും. അത് മാത്രമല്ല, നമുക്ക് പ്രവാസിൻ്റെ പെർഫോമൻസ് തന്നെ കാണാൻ പറ്റും. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ നമ്മളെ ഒരുമാതിരി നിരാശപ്പെടുത്തുമെങ്കിലും പിന്നീട് നമുക്ക് അടിപൊളി പെർഫോമൻസ് നമുക്ക് പ്രവാസിൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്നു. പക്ഷേ ഇതിൽ ഒരുപാട് ആക്ടേഴ്സ്, ശോഭന മേമുണ്ട്, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇത് ഓരോ അവതാരങ്ങളാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. കാണാത്തവർ പോയി കാണുക, അടിപൊളി ഫിലിമാണ്. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് 6000 വർഷങ്ങൾക്ക് ശേഷമുള്ള ലോകത്തെ അവശേഷിക്കുന്ന 2 നഗരങ്ങളാണ് കാശിയും ശംബാലയും. ശംബാല പ്രതീക്ഷയുടെ നഗരമാണെങ്കിൽ കാശി നാശത്തിന്റെ വക്കീലാണ്. ജീവൻ നിലനിർത്താൻ ആവശ്യമായതെല്ലാം ഒരു മനുഷ്യ നിർമ്മിത കോംപ്ലക്സിനുള്ളിലാണ്. പാവപ്പെട്ടവന് അങ്ങോട്ട് കടക്കാനാകില്ല. ആകാശത്തിൽ നിൽക്കുന്ന തലതിരിഞ്ഞ പിരമിഡ് ഘടനയിലാണ് കോംപ്ലക്സ് സിറ്റിയുടേത്. അത് ഭരിക്കുന്ന സുപ്രീം യാസകൻ എന്ന 200 വർഷം പ്രായമുള്ള ഒരു രാക്ഷസനും ദൈവത്തിന്റെ കാലം കഴിഞ്ഞ് തന്നെയാണ് ഇനി ആ സംസ്ഥാനത്ത് എന്നുമാണ് യാസകൻ വിശ്വസിക്കുന്നത്. കാശിയിലെ ഒരു ബൗണ്ടി ഹണ്ടറാണ് ഭൈരവ. ഈ പ്രവാസ്, അതായത് ഭൈരവയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവൻ എങ്ങനെയെങ്കിലും കോംപ്ലക്സിനുള്ളിൽ കയറിയിട്ട് അവിടെ അടിപൊളിയായിട്ട് ജീവിക്കണം എന്നാണ് അവൻ്റെ. അതിന് വേണ്ടിയിട്ട് അവൻ എന്ത് വേണം, എങ്ങനെയെങ്കിലും യൂണിറ്റ് ഉണ്ടായിട്ട് അതിൻ്റെ അകത്ത് കയറണം എന്നാണ് നമ്മുടെ ഈ പ്രവാസിൻ്റെ ലക്ഷ്യം. ഈ ഫിലിമിനെ കുറിച്ച് പറയണമെങ്കിൽ ഇതിൽ ആരൊക്കെ അഭിനയിച്ചിരിക്കുന്നത് ഇനി നമുക്ക് നോക്കാം. കൽക്കി 1898 AD 2024 ഇന്ത്യൻ ഇതിഹാസ സയൻസ് ഫിക്ഷൻ ഡിസ്റ്റോപ്യൻ ചിത്രമാണ്. ഈ ചലച്ചിത്രം ഹൈന്ദവ ഗ്രന്ഥങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. 1898 AD ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ലോകത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ചലച്ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. നാഗേശ്വരൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വൈജയന്തി മൂവീസിന് കീഴിൽ സി അശ്വിൻ ദത്താണ്. തെലുങ്ക് ഭാഷയിലാണ് ഈ ചലച്ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത്. കമൽഹാസൻ, അമിതാഭ് ബച്ചൻ, പ്രവാസ്, ദുൽഖർ സൽമാൻ, ദീപിക പദുക്കോൺ, ശോഭന, അന്നബെൻ, പശുപതി, വിജയ് ദേവരക്കൊണ്ട, SS രാജമൗലി, മൃണാൽ ഠാക്കൂർ, രാജേന്ദ്രൻ പ്രസാദ്, ഫിഷ ബഡനി, മാളവിക നായർ എന്നിവരും ഈ ചലച്ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. ധർമ്മത്തിന് കോട്ടം സംഭവിക്കുകയും നാടൊക്കെ ഇരുട്ട് വ്യാപിക്കുകയും ചെയ്തപ്പോൾ ഭഗവാന്റെ അവതരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഏതാനും മനുഷ്യരെയും ലോകവുമാണ് കൽക്കി 1898 AD നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു ഫിലിം പണ്ടത്തെ യുഗങ്ങളെ പറ്റി പറയുന്ന ഫിലിമാണ്. പണ്ടത്തെ യുഗങ്ങളെ, ശാപങ്ങളെയൊക്കെ പറ്റി പറയുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് വ്യത്യസ്തമായ ക്യാരക്ടറുകളാണ് വന്നിരിക്കുന്നത്. കാണാത്തവർ പോയി കാണുക, ഇത്രേ ഉള്ളൂ. എന്നാലും 2ാം ഭാഗം നമുക്ക് പ്രതീക്ഷിക്കാം. ബൈ ബൈ.